പഠിക്കണമെന്നുണ്ടായിരുന്നു, ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. പറ്റാത്തതുകൊണ്ട് നിർത്തിയതാണ്. അത് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് പ്രായമായാലും പഠിക്കാം, അത് ചെയ്യാൻ ഇങ്ങനെ ഓരോന്ന് വാർത്തകളൊക്കെ വരുമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ചെയ്തേക്കാന്ന് വെച്ചിട്ട് സമയം കിട്ടി. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ സമാധാനപ്പെടുത്താമല്ലോ. ഓ നീ ഇത്രയൊക്കെ പഠിച്ചതാന്ന് പറയാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ 10 എഴുതാൻ പോയതാണ്. അപ്പോൾ 7 വരെയെങ്കിലും പോയാൽ 7 കഴിയാതെ എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 7 എഴുതി. പൈസ കൊടുത്ത് പാസ്സായതാണെന്ന് തോന്നുന്നു. ഞാനിപ്പോ കുറച്ച് 7ാം ക്ലാസ് 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പുള്ളിക്ക് പറയാൻ പറ്റില്ല. അതിലങ്ങനെയും ചെയ്യാൻ പറ്റില്ല. എനിക്ക് താങ്കളുടെ ഒരുപാട് റോളുകളും സിനിമകൾ കണ്ടിട്ട്, എനിക്ക് വൺ മാൻ ഷോ കണ്ടിട്ട് എനിക്കിഷ്ടം. അതായത് പാവം ചേറാം, നമുക്ക് സങ്കടമാണ് അവസാനം വരുമ്പോൾ. പക്ഷെ അതുപോലെ കന്മദം വെറുപ്പാണോ വിഷമമാണോ ആ സിനിമ കണ്ട് തീരുമ്പോഴത്തേനും ഭയങ്കര നെഞ്ചിൽ ഭയങ്കര ഒരു കല്ലിറക്കി വെച്ച പോലത്തെ ഒരു സിനിമയാണ് ഈ കന്മദം. ഒരു ഇൻ്റർവ്യൂവിൽ പക്ഷേ സാർ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു, എനിക്കതിലെ അഭിനയം അതത്ര പോരാ, എനിക്ക് ആ റോളിൻ്റെ. അല്ല, ഒരുപാട് പേര് കന്മദത്തിനെ പറ്റി എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ എനിക്കറിയാം ഞാനത് വളരെ മോശമായിട്ട് എഴുതിയേക്കുന്നത്. കാരണം വെച്ചാൽ അത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷെ അതിന് ഒരുപാട് ചാൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു അത്. അതിനെ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതിനെ നല്ല വൃത്തിയായിട്ട്, അത് നല്ല ഡെപ്തുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഹീറോയിസമുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനെ ഉപയോഗിക്കാതെ പോയ ഒരു മണ്ടനായിരുന്നു ഞാൻ അന്ന് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. അത് ഇച്ചിരി വൈകി കിട്ടിയാൽ മതിയായിരുന്നു. അതെ, ഇപ്പൊ കിട്ടിയെങ്കിൽ നമുക്ക് വേറെ കാര്യമാണ്. നമ്മളിപ്പോൾ എത്ര അഭിനയിച്ചാലും ശരി, നമ്മൾ സിനിമ കാണുമ്പോൾ അവിടെ കുറേ ശരിയാക്കായിരുന്നു, ഇവിടെ കുറേ ശരിയാക്കി, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തോന്നുന്നതാണത്. അതിങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യമേ കിട്ടില്ല ചിലപ്പോൾ. അത് ചിലത് 100% നമ്മളതിന് ഒത്തു കിട്ടും. ഈ ആദ്യം നമ്മൾ തുടങ്ങി വന്ന സമയത്ത് കുറച്ച് കിട്ടാൻ വലിയ പാടാണ്. പിന്നെ കുറേ നമ്മൾ ഈ ട്രാക്കിലായി കഴിയുമ്പോഴാണ്, എന്നിട്ടും പൂർണ്ണമായിട്ട് കിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടില്ല അത്ര. ടോട്ടലി നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, അവിടെ കുറച്ച് ഇങ്ങനെ ചെയ്യാമായിരുന്നു. നമുക്ക് തോന്നുന്നു അവിടെ കുറച്ച് ഇങ്ങനെ ചെയ്യായിരുന്നു, അയ്യോ ആ റിയാക്ഷൻസ് സുഖമായില്ല, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യണ്ടേ, അവിടെ ഇങ്ങനെ ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നത് സിനിമ കാണുമ്പോഴാണ്. അതുപോലെ ലാൽ സാർ 17 സിനിമ നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് അപ്പം ഉണ്ട് എന്നെയായിരുന്നു ഞാൻ. അപ്പം അതുപോലെ ഡയറക്റ്റ് ചെയ്ത സിനിമകൾ പിന്നെ കാണാനില്ല. ഓക്കെ, താങ്കൾ ഡയറക്റ്റ് ചെയ്ത സിനിമ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്ത സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മിമിക്രിയും അഭിനയം ഇതെല്ലാം ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടെന്ന്. ഇപ്പോൾ ബാങ്ക് ബാലൻസ് സേഫ് ആയതുകൊണ്ടും ഞാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇതിലായതുകൊണ്ടാണ് ഒരു സിനിമ പുതിയതായിട്ട് ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരാത്തത്. ഡയറക്ഷൻ ഞാൻ ഫിറ്റല്ല എന്ന് എനിക്കറിയാം. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്, തമാശകൾ മാറി. മുഖ്യമായിട്ടും തമാശയാണ് നമ്മുടെ ഒരു ബേസിക് സാധനം. നമ്മുടെ കഥ പറയുമ്പോൾ ആ തമാശകളുടെ സ്വഭാവം മാറി. ഇപ്പം എൻ്റെ മക്കളൊക്കെ ഇരുന്നിട്ട് അവിടെ തമാശ പറയുമ്പോൾ എനിക്ക് പലതും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിന് വ്യത്യാസമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പണ്ടത്തെ തമാശകളല്ലായിരുന്നു. ഈ റാംജി റാവു വന്നപ്പോൾ ഒരു പുതിയ തമാശയുടെ തുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതൊരു കോമണായി, അങ്ങനത്തെ തമാശകൾ വന്നു. ആ തമാശയല്ല ഇപ്പോൾ ഉള്ള തമാശ. ഇപ്പോൾ പറയുന്നത് എന്ത് പറഞ്ഞാലും ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല.